നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുണ്ടോ? ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഷൈനെ നിങ്ങൾ കാണുമ്പോൾ ഷൈന ആ ഇൻ്റർവ്യൂ ഇല്ല, നമ്മളെ ഈ ഷൂട്ടിനിടയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ല അതിനുശേഷം ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്റർവ്യൂ കണ്ടിട്ട് നന്നായിട്ട് ഡാൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൈൻ. അങ്ങനെയല്ല, ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ നന്നായി ചെയ്തു ഒരു വർക്ക് ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ ഒരിക്കൽ എന്റെ ബാസിയുടെ ഒരു പരിപാടിയാണ് തെരിമേരി എന്നുള്ള പരിപാടി. അതിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാനും ബാസിയും പെരുമാറിയത് ഇവരും ഞാൻ പറഞ്ഞതല്ലേ കൂടിയിരുന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ, ഇത്രയും മോശമായിട്ട് ഞങ്ങൾ പെരുമാറ എന്താണ് ഞങ്ങൾ പെരുമാറിയ ഞാൻ പെരുമാറിയിരുന്നു ശരിക്കും നിങ്ങളോട് അങ്ങനെ മോശമായിട്ട്? അല്ലല്ല, എനിക്ക് കൂടുതലായിട്ടും മോശമായിട്ട് പെരുമാറിയ ബാസി ആയിരിക്കും. അതെ അതെ കൃത്യമായിട്ട് പറയും. ഞാൻ പറഞ്ഞു അവിടെ ഒന്നുമല്ലാതെ നിൽക്കേണ്ടതായി വന്നു. അത് അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്നുള്ള ചെറുതായി പോയി. പക്ഷെ നൈസായിട്ട് ബാസിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളിൽ അല്ലേ, ഞാൻ പുള്ളിനേക്കാൾ മുന്നേ കാണാൻ തുടങ്ങിയതാണ് ബാസി. ശരിയാ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം വരെ പിന്നെ ഞാനും ബാസിയും ഓൾറെഡി സ്റ്റേജിലുമായിരുന്നു. ഞങ്ങൾ അതിലെ നടന്മാരുമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്റ്റേജിലായിരുന്നു. നിങ്ങൾ അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള ഒരു സുഹൃത്താണ്. എന്നിട്ട് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ് അല്ലേ. ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരന്റെ കടമ അല്ലേ? ചോദ്യമാണ്. രണ്ടു കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കൂട്ടുകാരന്റെ കടമ. ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ലല്ലോ, അവനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. പക്ഷെ കൂടുതൽ നേരം നിന്നത് ആ സൈഡിൽ വലിയൊരു സൈഡ് വലിയ അങ്ങോട്ട് പോയി. അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന ഇവിടെ ഒരു പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇതിന് ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ വീട് ഇങ്ങോട്ട് വാങ്ങാനല്ലേ പറഞ്ഞേ. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു ഇതാണ് മാറുന്നത്. ഇത്തരം ഘട്ടങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? കാരണം കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഞാൻ മാക്സിമം അവരോട് പറയും വഴക്കും വെക്കാണോ ഇല്ലാതെ പോവാന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമില്ലല്ലേ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അല്ല ഇത് പറഞ്ഞു വന്നപ്പോ ഇവരിപ്പോ ഇത്ര വലിയ വല്യച്ചന്മാരെ സംസാരിക്കുക ചെയ്ത് മോശമായി പോയി ചെയ്ത് മോശം. കാരണം ഞങ്ങൾ സിനിമ ചെയ്ത് മോശമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു മോശം കണ്ടുപിടിക്കും. അത് ശരിയാ, അതൊരു വലിയ ഇപ്പത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മോശപ്പെട്ടതും ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങള്. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യന്റെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇതൊരു സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു സംഭവമായി കണക്കാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കി. ഞാനൊരു സുഹൃത്തുക്കളുടെ ഇതിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ സുഹൃത്താണല്ലോ അവൻ. അതെ നിങ്ങളൊരു സുഹൃത്താണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ അഭിപ്രായം ദുർഗയ്ക്ക് ഒന്നും അറിയാൻ ദുർഗ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അല്ല ഈ ദുർഗ പറഞ്ഞു വെച്ച വേറൊരു പോയിന്റിലേക്കാണ്. ദുർഗ പറഞ്ഞല്ലോ ദുർഗയ്ക്ക് അത്ര സൗഹൃദങ്ങളില്ല, അത്ര കൂട്ടുകളില്ല. ദുർഗയുടെ ഞാൻ സിനിമയെക്കുറിച്ച് ദുർഗയുടെ ഇപ്പോൾ ചോദിച്ചു. സിനിമകൾ അങ്ങനെ കൂട്ടുകെട്ടുകളില്ലാതെ സിനിമകൾ അങ്ങനെ നിലനിൽക്കുന്നു. ദുർഗ വർഷത്തിലൊരു സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു ഫോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ഒരു കൂട്ടുകെട്ട് വലിയ കൂട്ടുകെട്ട് അല്ല മട്ടാഞ്ചേരി ഒരു കൂട്ടുകെട്ട് അല്ല ട്രിവാൻഡ്രം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ നിന്നാലാണ് കൂടുതൽ സിനിമ കിട്ടുകയുള്ളൂ എന്നുള്ള വിഷയം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിന്നതുകൊണ്ട് സിനിമ കിട്ടാത്ത ആൾക്കാരുണ്ട് അവരെ കൂട്ടത്തിൽ തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രംകാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം, കൊച്ചിക്കാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഓഫ്കോഴ്സ് ഒരു ഫേവററ്റിസം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ ഉദാഹരണം, നമ്മുടെ കൂടെയുള്ള അടുത്ത് നിൽക്കുന്ന ഒരാളെ പറ്റി പെട്ടെന്ന് എനിക്ക് പറയാമല്ലോ, വേറെ ആൾക്കാരെ പറ്റി പറഞ്ഞു. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പുള്ളിക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് സിനിമ ചെയ്യാൻ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു സാധനം വെച്ചാൽ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം അത് അവർക്ക് അത് ഡയറക്ടേഴ്സ് അൾട്ടിമേറ്റ്ലി ഇത് ക്രിയേറ്റേഴ്സിൻ്റെ തീരുമാനമാണല്ലോ. ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത് ആ സിനിമയിൽ ആരഭിനയിക്കണം എന്നുള്ളത്.
അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർസ് ഇന്ന് റെഫർ ചെയ്യുമായിരിക്കും ചിലപ്പോൾ പ്രധാന നടന്മാർ ചിലപ്പോൾ ഈ കുട്ടീനെ നായികയാക്കാം അല്ല അങ്ങനെയൊക്കെ ചിലർ പറയുമല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായി കൈകടത്തി അഭിപ്രായം പറഞ്ഞ് ഈ കുട്ടീനെ വെച്ചാലേ പറ്റൂ എന്നൊന്നും പറയുന്ന നായകന്മാരൊന്നുമില്ല. ഡയറക്ടറാണല്ലോ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ഇന്ന ആൾക്കാർ എൻ്റെ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദുർഗ ഉടൽ എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന രതീഷ് ഏട്ടൻ എന്നോട് പറയുമ്പോൾ ദുർഗ ചെയ്താൽ നന്നായിരിക്കുന്ന, അത് ഞാനും ദുർഗ എന്നോട് ഓൾറെഡി വർക്ക് ചെയ്താണ്, ലവ് ആക്ഷനിൽ വർക്ക് ചെയ്താണ്, ദുർഗ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുകയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ദുർഗ ചെയ്താൽ രസമായിരിക്കും, കാരണം ദുർഗ നമുക്കറിയാം ആ ദുർഗക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലല്ലോ എനിക്ക് തോന്നുന്നു. നേരെ ദുർഗയിലോട്ട് വന്നിട്ട് സിനിമയാണ് രതീഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ. രതീഷ് ഏട്ടന് ദുർഗനെ പരിചയമില്ല, ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ നടിമാർ കമ്പാരിറ്റീവ്ലി നടന്മാരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ പ്രധാന നടിമാരെന്ന് പറയുമ്പോൾ, വളരെ കുറവാണ്. അതിൽ ഓൾറെഡി ദുർഗ പ്രൂവ് ചെയ്തിട്ടുള്ള നടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടലൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റ ഓപ്ഷനെ വെച്ചിട്ടുള്ളത് ദുർഗയിലോട്ട് തന്നെ പോയി. ദുർഗ അത് ഗംഭീരമായിട്ട് ചെയ്തു. ക്രിട്ടിക്സ് അവാർഡ് അടക്കം ദുർഗ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ അത്തരം ഒരു കൂട്ടുകെട്ടിൽ മാത്രം നിന്നുകൊണ്ട് അങ്ങനെ മാത്രം ഇല്ല, ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന ക്രിയേറ്റേഴ്സ് ആണ്. അല്ലാതെ ആ ക്രിയേറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നോക്കുമ്പോൾ പ്രിയനങ്ങൾ ആയിക്കോട്ടെ, പ്രിയദർശൻ ആയിക്കോട്ടെ, സത്യനന്ദിക്കാട് ആയിക്കോട്ടെ, സത്യനന്ദികളെ സിനിമയിലൊക്കെ ഇന്നസെന്റ് അങ്കിള്, ഒടുവിൽ പപ്പു ചേട്ടൻ, ഇവരൊക്കെ എന്താ അമുക്കോയ, ഇവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട നടന്മാരാണ്. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ട്, ഒരു ഗ്രൂപ്പിസ് ഒന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. അവരൊക്കെ എക്സൽ ചെയ്തിട്ടുള്ള ആക്ടേഴ്സും കൂടെയാണ്, അവരുടെ മെറിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറിറ്റുള്ള ആക്ടേഴ്സാണ് ഇവരുമായിട്ട് വർക്ക് ചെയ്ത് ഒരു കംഫർട്ട് സോൺ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടാവും. അത് ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി, ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരും, എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങുന്ന ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ട് രണ്ടുപേരും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നമ്മൾ ഇത്രമാത്രം സിനിമകൾ ചെയ്യണം, സിനിമകൾ പരാജയപ്പെടാം, വെറുതെ ഡേറ്റുകൾ കൊടുക്കും, വെറുതെ വെച്ചാൽ പൈസയ്ക്ക് തന്നെയാണ് ഡേറ്റുകൾ കൊടുക്കുന്നു. നമ്മളെല്ലാ സിനിമയും സുഹൃത്ത് വലയത്തിൽ പോലും സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന 2 വ്യക്തികളാണ് എൻ്റെ അറിവിൽ. 2 വ്യക്തികൾ. അത് നിങ്ങൾക്ക് ദൂഷ്യമായി വരുന്നുണ്ടോ? പല സിനിമകളും അങ്ങനെ ഒരുപാട് ചെയ്യാൻ ദൂഷ്യമായി വരുന്നുണ്ടോ എന്ന് തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് എത്രയധികം കൊടുക്കുന്നത് ദൂഷ്യമായി വരുന്നുണ്ട് തോന്നാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അങ്ങനെ ഇരിക്കും. അതെ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പടങ്ങളൊക്കെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കണ്ടേ. അത് അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ കണ്ടിടും പരിചയമാവുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ പറയുന്ന എന്തിനെത്ര ചില ആളുകൾ ചോദിക്കും നമ്മളോട് എന്തിനെത്ര ഇന്റർവ്യൂസ് കൊടുക്കണമെന്ന്. അതായത് ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം ഇന്റർവ്യൂസ് കൊടുത്തേ പറ്റൂ. അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. പടം ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് അടുപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ഇപ്പൊ കാണുമ്പോൾ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, പടം കാണണം അല്ല ഇന്റർവ്യൂസ് കാണാറുണ്ടല്ലോ, അല്ല പടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. സിനിമ കാണുന്നുണ്ടെന്ന് പറയുന്നില്ല അല്ലേ? ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ് ഷൈന? പല സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് നമ്മുടെ ഒരു വിജയം അല്ലെ വിജയപരാജയം വിജയപരാജയങ്ങൾ പടങ്ങള് അത് നോക്കുന്നേ ഇല്ല നമ്മൾ. പടം ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആംബിയൻസിലാണോ പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകതകൾ, നമ്മുടെ ബന്ധമുള്ള ആളുകൾ, നമുക്ക് താല്പര്യമുള്ള ആളുകൾ, അങ്ങനെയൊക്കെയാണ് പടങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഭയങ്കര കീർത്ത് മുറിച്ച് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങനെയൊന്നും അല്ല. സബ്ജക്ട് മൊത്തം വായിക്കാറില്ല നമ്മള്. സ്ക്രിപ്റ്റ് പരമാവധി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അതിൻ്റെ ഒരു ഐഡിയ, ചെറിയൊരു ഐഡിയ, ഒരു പോയിന്റ് നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഐഡിയ ആണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ആ ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി ഇരുന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയും. പിന്നീട് ഏതെങ്കിലും കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ വായിക്കുമെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഷൂട്ട് തുടങ്ങുന്നത് വരെ നമ്മളത് ഞാൻ വായിക്കാറില്ല. കാരണം നമ്മൾ ഒരുപാട് വായിച്ച് പഠിച്ച് ചെയ്യേണ്ട സാധനമല്ല, നാടകമല്ലല്ലോ ശരിക്കും ആക്ച്വലി ഇത്. കാരണം നമ്മൾ ഒരുപാട് വേറെ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. ആ സമയത്ത് വേറൊരു സ്ക്രിപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾ പ്രസന്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം. അത് ആ പ്രസന്റ്
മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് വേറെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ വേറെ ഷോട്ട് പോയി അഭിനയിക്കാൻ പറ്റില്ല ആക്ടേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അതിന് സീൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ സീൻ വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് വരുന്ന ആ ആംബിയൻസും അല്ലെങ്കിൽ ആ ആക്ടേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ആ സീക്വൻസുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ചില പരിപാടികൾ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ലാതെ സ്ക്രിപ്റ്റ് മുഴുവൻ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. ധ്യാൻ എങ്ങനെയാണ്? ഞാൻ ഒരു ഐഡിയ നമുക്ക് ഒന്ന് സ്ട്രൈക്ക് ആവുമല്ലോ, എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഒരു 1 ലൈൻ ആയിരിക്കുമല്ലോ. കാരണം നറേഷൻ ഒന്നും ഒരു വെച്ചാൽ നറേഷൻ സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ ഡീറ്റെയിൽഡ് തന്നെ ആയിരിക്കില്ല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിലോട് അതിൻ്റെ ഒരു ക്രക്സ് ആയിരിക്കും അവർ കഥ പറഞ്ഞിട്ട് പോവുക ഡയറക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാള് ഒരു സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. ഞാൻ പറയും 10-15 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. അപ്പൊ അവര് പറയില്ല 2.5 മണിക്കൂർ ഇരുന്ന് സിനിമയെ കാണാൻ പറ്റുള്ളൂ, കഥ കേൾക്കാൻ പറ്റില്ല. കഥ നമുക്ക് മാക്സിമം 40 മിനിറ്റ് ഒക്കെ കേൾക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം നമുക്ക് പറ്റില്ല. ആ സിനിമ എന്ന രൂപം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എത്രയും 2 മണിക്കൂർ കൊണ്ട് ഒരു സാധനം കാണിക്കാം, 3 മണിക്കൂർ കൊണ്ട് വിഷ്വലും മ്യൂസിക്കും ഒക്കെ ഇട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. കഥ ഒരാൾ 2.5 മണിക്കൂർ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഏത് നല്ല കഥയാണെങ്കിലും ബോറടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ കേൾക്കും. ഐഡിയ പറയുമ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഇയാൾക്കൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളാണെന്നുള്ളത് അയാളുടെ ആ നറേഷനിലുണ്ടാവും. ചിലവർ ഷോർട്സ് വെച്ചിട്ട് പറയും, ചിലർ ഭയങ്കര ടെക്നിക്കലായിട്ട് പറയും, ചിലവർക്ക് തീരെ കഥ പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്, കഥ പറഞ്ഞ് കുളവാക്കും. പക്ഷെ എന്നാൽ പോലും ചിലവർ അവരുടെ എന്നാൽ പോലും അവരുടെ നറേഷനിൽ അവർ പറയുന്ന ഷോർട്സിലായിക്കോട്ടെ അവർ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു സാധനമാണ്. ബിക്കോസ് ഇതേ ജോലി ഞാൻ ചെയ്യുന്നതാണ്. ബിക്കോസ് ഞാൻ ഇതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം കൃത്യമായിട്ട് അയാൾക്ക് ആ സിനിമ ഒരു കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സിനിമ തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഫസ്റ്റ്. അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ആയിക്കോട്ടെ കുറച്ച് സിനിമകൾ, കഴിഞ്ഞ സിനിമകളൊക്കെ പുതുമുഖ സംവിധായകരുടെയാണ്. അപ്പം അവരൊക്കെ 1, 2, 3 പടത്തിലൊക്കെ നമ്മളോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്ക പിള്ളേരും ഞാൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ സെറ്റിലൊക്കെ വർക്ക് കണ്ടിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സിനിമ ചെയ്യാൻ പറ്റും, കേപ്പബിൾ ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയപരാജയം നമ്മുടെ കയ്യിലല്ല, ഓടൂല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ ഏത് ഘട്ടത്തിൽ വേണം, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സിനിമ പൊളിഞ്ഞു പോവാം. ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, ഷൂട്ട് ചെയ്ത് കുളവാക്കാം. ചിലപ്പോൾ ആവറേജ് സാധനമായിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് ഗംഭീരമാക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത സിനിമ സെസൻ സ്വാമി പടം ചെയ്തു, കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ, വലിയ സിനിമകളും ചെയ്തു, കുഞ്ഞു സിനിമകളും ചെയ്തു, ചേട്ടൻ്റെ സിനിമ ചെയ്തു, ഡിജോയുടെ സിനിമ ചെയ്തു. ഓരോ ആൾക്കാരെ വർക്കിംഗ് പറയാണ്. ചില ആൾക്കാർ ഭയങ്കര ടെക്നിക്കലായിരിക്കും, ചിലവർ റൈറ്റർ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. ചിലർ റൈറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഡയറക്ടേഴ്സാണ് മിക്ക സംവിധായകന്മാരും. റൈറ്ററിനെ വെച്ചാൽ എഴുതി വെച്ച് അതേപോലെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവർ അതിനെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇംപ്രവൈസ് ചെയ്യും. ചിലവർ നന്നായി പെർഫോമൻസ് എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ചിലരൊന്നും